ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പിയാണ് സേമിയ ചട്ടിപ്പത്തിരിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് സേമിയാണ്. അത് നെയ്യിലിട്ട് നല്ലോണം വറുത്തെടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കട്ടി തേങ്ങാപ്പാലാണ്. അധികം വെള്ളം യൂസ് ചെയ്യാതെ എടുത്തതാണ്. പിന്നെ 4 മുട്ട വേണം. പിന്നെ കിസ്മിസ് വേണം. ഏലക്ക പൊടിച്ചത് വേണം. പിന്നെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അത് ഓരോരുത്തർക്ക് എത്ര പഞ്ചസാര വേണ്ട അതനുസരിച്ച് എടുക്കണം. പിന്നെ ഇത് ഉള്ളിയാണ്. ഉള്ളി 3 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. നല്ലോണം നെയ്യിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് എടുത്ത് വാട്ടിയെടുത്തതാണ്. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത്. കുറേ ടൈം എടുത്ത് വാറ്റണത്. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 4 മുട്ട ഇട്ടിട്ട് നല്ലോണം അടിച്ചു കൊടുക്കണം. നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇത് ഒരു തേങ്ങയുടെ 1/4 ഭാഗം എടുത്തിട്ട് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുത്തതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കിസ്മിസും ഏലക്ക പൊടിച്ചതും ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് സേമിയ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ സേമിയ ചട്ടിപ്പത്തിരിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കണം. ഫ്ലെയിം ഓണാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കൂട്ട് ഒഴിച്ച് കൊടുത്തിട്ട് കൈ വെക്കാതെ ഇളക്കി തിളപ്പിച്ചെടുക്കണം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അങ്ങനെ നല്ലോണം തിളപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കട്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിനു ശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഇതുപോലെ നെയ്യാക്കിയെടുക്കണം. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അടി കരിഞ്ഞു പോകാൻ നിൽക്കാം.
ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ പാൻ വെച്ചാൽ നല്ലതായിരിക്കും. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതൊരു വെറൈറ്റി ചട്ടിപ്പത്തിരിയാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. താങ്ക് യു.